Hi all, welcome to One's Coaching. Today we are going to discuss the subject operating system. അപ്പം ഇന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2-ലെ ഒരു ഡെമോ സെഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് OSലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡെഡ് ലോക്ക്. അപ്പോൾ നമുക്ക് ഡെഡ് ലോക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രോസസ് സിങ്ക്രണൈസേഷനൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? നമ്മളുടെ പ്രോസസ്സുകളൊക്കെ റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. ഡെഡ് ലോക്ക് ഇസ് എ സ്റ്റേറ്റ് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ. വേർ 2 or more പ്രോസസ് ആർ സ്റ്റക്ക് ഫോർ എവർ. അതായത് 2 അതിൽ കൂടുതലോ പ്രോസസ്സുകൾ സ്റ്റക്കായിട്ടിരിക്കുക, അതായത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവാതെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ഈച്ച് ഈസ് വെയിറ്റിംഗ് ഫോർ എ റിസോഴ്സ് ഹെൽഡ് ബൈ അനദർ. അതായത് ഒരാൾ മറ്റേയാൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന റിസോഴ്സിന് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സപ്പോസ് ഇപ്പം നമുക്ക് 2 പ്രോസസ്സ് ഉണ്ട്, P1ഉം P2ഉം. ഈ P2ന് റിസോഴ്സ് R1 ഉണ്ട്. ആ R1 എന്ന് പറഞ്ഞ റിസോഴ്സ് തന്നെ ആർക്കും വേണം? P1നും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണം. പക്ഷെ ഇപ്പം ആരാ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്? P2 ആണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ P1 വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്ത്? P2 അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ 4 കണ്ടീഷൻസ് എക്സിസ്റ്റ്. അപ്പം നമ്മൾ ഇതിൽ പറയുന്ന 4 കണ്ടീഷൻസിൽ ഏതെങ്കിലും എക്സിസ്റ്റ് ആവുമ്പോഴാണ് നമുക്ക് ഡെഡ് ലോക്ക് ആയി എന്ന് പറയാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ്. അപ്പോൾ ഇതിൽ 4 എണ്ണത്തിൽ ഈ കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഡെഡ് ലോക്ക് കണ്ടീഷൻ അല്ലെങ്കിൽ ഡെഡ് ലോക്സ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വന്നു എന്ന് പറയുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒരു റിയൽ ലൈഫ് സെനാരിയോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ഇതെടുത്ത് നോക്കുമ്പോൾ P1 ഹോൾഡ് R1 ആൻഡ് നീഡ് R2. അതായത് 2 പ്രോസസ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 2 പ്രോസസ്സ് ഉണ്ട്, P1ഉം P2ഉം. ആ P1ന് R1 എന്ന് പറഞ്ഞ റിസോഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി R2 എന്ന് പറയുന്ന റിസോഴ്സിനെയാണ് വേണ്ടത്. P2 ആരെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്? R2 എന്ന് പറയുന്ന റിസോഴ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. R1 എന്ന് പറയുന്ന റിസോഴ്സിനെയാണ് വേണ്ടത്. ഓക്കെ, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുവാണ്? വെയിറ്റ് ചെയ്തിരിക്കുവാണ്. P1ന് R2 കിട്ടിയാൽ മാത്രമേ എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. R2 ആരാ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്? P2. P2ന് R1 ആണ് വേണ്ടത്. R1 ആരാ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്? P1 ആണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഹോൾഡ് ചെയ്ത്, അതായത് പ്രോസസ്സുകൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന റിസോഴ്സുകൾ പരസ്പരം എന്ത് വേണം? ഇവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, കിട്ടിയെങ്കിൽ മാത്രമേ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടുപേരും എന്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്? P2 വെയിറ്റ് ചെയ്തിരിക്കുവാണ്. P1 കഴിഞ്ഞിട്ട് R1 റിലീസ് ചെയ്തിട്ട് അത് എടുക്കാമെന്ന് വെച്ച് P2 ഇരിക്കും. P1 എന്ത് ചെയ്യും? P1 വിചാരിക്കും R2 കിട്ടിയിട്ട് ഇതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് ആരും വിചാരിക്കും? P1ഉം വിചാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിലാണ് നമ്മളുടെ ഈ ഡെഡ് ലോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. ഈ ഡെഡ് ലോക്കിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പല ടൈപ്പ് പ്രിവെൻഷൻ, അവോയ്ഡൻസ്, ഡിറ്റക്ഷൻ മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഹൗ ഡസ് ഡെഡ് ലോക്ക് ഒക്കർ ഇൻ OS? ഇനി എങ്ങനെയാണ് ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യും? നമ്മൾ അതിനെ റിക്വസ്റ്റ് ചെയ്യും, ഒരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഇനി എന്നിട്ട് അതിനെ റിലീസ് ചെയ്യും. ഇതാണ് നോർമലി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഡെഡ് ലോക്ക് അറൈസ് വെൻ പ്രോസസ് ഹോൾഡ് സം റിസോഴ്സ് വൈൽ വെയിറ്റിംഗ് ഫോർ അതേഴ്സ്. അതായത് ഇതാണ് നോർമലി നമ്മൾ ഒരു റിസോഴ്സ് നമുക്കിപ്പോൾ ആവശ്യമാണ്. P1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് നമുക്ക് 2 റിസോഴ്സ് R1 R2 ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യും? അവർ P1 എന്ത് ചെയ്യും? റിക്വസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ റിസോഴ്സ് കിട്ടുമ്പോൾ അതിനെ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യും. സാധാരണയായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡെഡ് ലോക്ക് എപ്പോഴാണ് വരുന്നത്? അതായത് P1 യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആവശ്യമുള്ള റിസോഴ്സുകൾ വേറെ ആരെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോഴാണ് നമ്മളുടെ ഈ ഡെഡ് ലോക്ക് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഇനി എ ഡെഡ് ലോക്ക് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ ഓഫ് നോ പ്രോഗ്രസ് ദാറ്റ് ഹാപ്പൻ ഇൻ എ മൾട്ടി പ്രോസസ് സിസ്റ്റം സച്ച് ആസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഒക്കേഴ്സ് വെൻ 2 or more എൻറ്റിറ്റീസ്, 2 അതിൽ കൂടുതൽ എൻറ്റിറ്റീസ് എന്ത് ചെയ്യുവാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സസ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ട് മറ്റേത് കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കില്ല. കാരണം 2 പേരും വെയിറ്റിംഗിലാണ്. അവർക്ക് വേണ്ട റിസോഴ്സ് കിട്ടിയിട്ട് അവരുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്.
So in this system, deadlock is a state in which two or more processes are unable to proceed because each is waiting for a resource that other held, resulting in a cycle of dependency. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം P1 P2 ഇങ്ങനെ ഡിപ്പെൻഡൻസീസ്, അതായത് മറ്റേത് കിട്ടിയിട്ട് ഇയാൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇയാളും, ഇയാളുടെ കിട്ടിയിട്ട് മറ്റേ കംപ്ലീറ്റ് ചെയ്യാൻ അയാളും വിചാരിച്ചാൽ അതിങ്ങനെ അതായത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിങ്ങനെ 4 hours എത്ര നേരം അങ്ങനെ വെയിറ്റ് ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമുക്ക്, ആ ഒരു കണ്ടീഷൻ നല്ലതാണോ അല്ല, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. Okay, the process involved in the deadlock situation are said to be deadlocked because they cannot continue execution without intervention from operating system. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 2 പ്രോസസ് ആണുള്ളത്, P1 ആൻഡ് P2. 2 പ്രോസസ് P1 ഉം P2 ഉം. അതിനകത്ത് റിസോഴ്സ് R1 ഉം നമുക്ക് R2 ആണ് 2 റിസോഴ്സ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. P1 എന്ത് ചെയ്യും? റിക്വസ്റ്റിംഗ് ഫോർ R1. P1 ആരെയാണ് വേണ്ടത്? R1 വേണം. പക്ഷെ R1 ആരാ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്? P2. P2 ആരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്? R1 ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ R2 വേണം. R2 ഓൾറെഡി ആരാ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്? P1 ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും P1 എന്താ വിചാരിക്കുന്നത്? P1 ഓൾറെഡി R2 ഉണ്ട്, ഇനി R1 കൂടെ കിട്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാന്ന് P1 വിചാരിക്കും. P2 എന്താ വിചാരിക്കുന്നത്? ഓൾറെഡി ആരുണ്ട്? R1 ഉണ്ട്, ഈ R2 കൂടെ കിട്ടിയിട്ട് വേണം ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഈ പ്രോസസ്സും വിചാരിക്കും, P2 വിചാരിക്കും. സോ രണ്ടുപേരും ഒരെണ്ണം കിട്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ ഈ കിട്ടാൻ വേണ്ടി മറ്റേയാൾ അതിന് വിഡ്രോ ചെയ്യോ? ഇല്ല, അയാൾക്ക് വേറൊരെണ്ണം കിട്ടിയാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. സോ അതുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ആ ഒരു ഡെഡ് ലോക്ക് സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എക്സിക്യൂഷൻ രണ്ടിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനാണ് ഡെഡ് ലോക്ക്. ഈ ഫിഗർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. In this example, process P1 hold resource R2 and waiting for resource R1 to be ready. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ. Meanwhile, process P2 hold resource R1. P2 ആണെങ്കിൽ R1 hold ചെയ്തു and waiting for resource R2 to be ready. That's the deadlock situation. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സ് കിട്ടിയിട്ട് ചെയ്യാമെന്ന് വെയിറ്റ് ചെയ്തിരിക്കും. സോ അങ്ങനെ ഡെഡ്ലോക്ക് കണ്ടീഷനിലേക്ക് ആവും. ഓക്കെ, ഇനി റിയൽ ലൈഫ് എക്സാമ്പിൾ ഓഫ് ഡെഡ്ലോക്ക്. നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. Alice and Bob are siblings. ആലീസും ബോബും സിബ്ലിങ്സ് ആണ്. ആലിസ് ഹാസ് എ പെൻസിൽ ആൻഡ് ബോബ് ഹാസ് എൻ ഇറേസർ. ആലീസിൻ്റെ ഒരു പെൻസിലും ബോബിൻ്റെ ഒരു ഇറേസറും ഉണ്ട്. ടു കംപ്ലീറ്റ് ദെയർ ഹോംവർക്ക് ഈച്ച് ഓഫ് ദം നീഡ് ബോത്ത് പെൻസിൽ ആൻഡ് ഇറേസർ. അപ്പം ആലീസിന് എന്തുണ്ട്? ആലീസും ബോബും ആണുള്ളത്. ആലീസിൻ്റെ കയ്യിൽ പെൻസിലും ഉണ്ട്, ബോബിൻ്റെ കയ്യിൽ ഇറേസറും ഉണ്ട്. അപ്പം ആലിസിനും പെൻസിലും ഇറേസറും വേണം, ബോബിനും പെൻസിലും ഇറേസറും വേണം എന്ത് ചെയ്യാൻ? ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ ആലിസ് ഹാസ് പെൻസിൽ നീഡ് ഇറേസർ, ബോബ് ഹാസ് ഇറേസർ നീഡ് പെൻസിൽ. ഓക്കെ, ആലിസ് എന്ത് ചെയ്യും? വെയിറ്റിംഗ് ഫോർ ബോബ് ടു കംപ്ലീറ്റ് ഹിസ് ഹോംവർക്ക്. ആലിസ് വെയിറ്റ് ചെയ്യും, ബോബ് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഈ ഇറേസർ വാങ്ങിച്ച് എനിക്ക് യൂസ് ചെയ്യാം, അപ്പം എനിക്ക് പെൻസിലും ഇറേസറും ആവും എന്ന് വിചാരിക്കും. ബോബ് എന്താ വിചാരിക്കുന്നത്? ആലിസ് ഫിനിഷ് ചെയ്യട്ടെ, അപ്പം ആലിസിൻ്റെ ഈ പെൻസിലുണ്ട്, അപ്പം എൻ്റെ കയ്യിൽ ഇറേസറും ഉണ്ട്, അപ്പോൾ പെൻസിലും കൂടെ കിട്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് ബോബും വിചാരിക്കും. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സ് കൊടുക്കുമോ? ഇല്ല, മറ്റൊരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. ആ വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ് ലോക്ക്. അതായത് നൺ ഓഫ് ദം കംപ്ലീറ്റ് ദ ഹോംവർക്ക്. രണ്ടുപേരും എന്ത് ചെയ്യില്ല, ഇതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെഡ് ലോക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തത് ഡെഡ്ലോക്ക് ക്യാരക്ടറൈസേഷൻ ഓർ കണ്ടീഷൻസ് ഫോർ ഡെഡ്ലോക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ്? നേരത്തെ നമ്മൾ 4 കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു. അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. ഞാൻ പറഞ്ഞു ഈ 4 കണ്ടീഷൻസിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഡെഡ്ലോക്ക് ഉണ്ടാകുന്നത്. സോ അതിൽ ആദ്യത്തെ കണ്ടീഷനാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. There should be a resource that can only held by one process at a time. In the diagram below, there is a single instance of resource R1 and held by process P1 only. അതായത് ഒരു പ്രോസസ് അറ്റ് എ ടൈം ഒരു റിസോഴ്സ് മാത്രമേ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിനെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോസസ് 1 അറ്റ് എ ടൈമിൽ റിസോഴ്സ് 1 ഇപ്പോൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസോഴ്സ് 1 മാത്രമേ ഹോൾഡ് ചെയ്ത് വെക്കാൻ അതിൻ്റെ കൈവശമാക്കാൻ പാടുള്ളൂ. വേറെ റിസോഴ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉള്ള റിസോഴ്സിനെ വിഡ്രോ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് മാറ്റിയിട്ട് വേണം അടുത്ത റിസോഴ്സ് ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ അറ്റ് എ ടൈമിൽ ഒരു സിംഗിൾ ഇൻസ്റ്റൻസിൽ എന്ത് ചെയ്യണം? ഒരു പ്രോസസ് അറ്റ് എ ടൈം ഒരു റിസോഴ്സ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ആ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഹോൾഡ് ആൻഡ് വെയിറ്റ്. രണ്ടാമത്തെ കണ്ടീഷനാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്.
A process can hold multiple resources and still request more resource from other process which are holding by them. In the diagram given below, process 2 hold resource 2 and resource 3 and is requesting the resource 1 which is held by process 1. അതായത് പ്രോസസ് 2 രണ്ടെണ്ണം അലോക്കേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഏതൊക്കെയാണ്? 2ഉം 3ഉം. ഇനി എന്ത് വേണം? റിസോഴ്സ് 1ഉം കൂടെ വേണം. ആ റിസോഴ്സ് 1 ആരാ കൈവശം വെച്ചേക്കുന്നത്? പ്രോസസ് 1 ആണ് കൈവശം വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ് 2ന് 1, 2, 3 1, 2, 3 ഈ 3 റിസോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്ക്? ഈ പ്രോസസ് 2ന്. പക്ഷേ ആരൊക്കെ ഇപ്പോൾ കയ്യിലുണ്ട്? 2ഉം 3ഉം കയ്യിലുണ്ട്. പക്ഷെ 1 വേണം. 1 ആരുടെ കയ്യിൽ ഇരിക്കുന്നത്? പ്രോസസ് 1ന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പ്രോസസ് 1ന്റെ കയ്യിൽ നിന്ന് റിസോഴ്സ് 1 കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ്. ഒരാൾ ഹോൾഡ് ചെയ്തേക്കുന്ന മറ്റേ ആൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഹോൾഡ് ചെയ്തേക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഹോൾഡ് ആൻഡ് വെയിറ്റ് സിറ്റുവേഷൻ. ഇനി അടുത്തത് മൂന്നാമത്തത് നോ പ്രിയംഷൻ. A resource cannot be preempted from a process by force. A process can only release a resource voluntarily. In the diagram below, process 2 cannot be preempt resource 1 from process 1. It will only be released when process 1 relinquishes it voluntarily after its execution is complete. അതായത് നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിൻ്റെ കയ്യിൽ ഒരു റിസോഴ്സ് ഉണ്ട്. ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ കയ്യിൽ ആർ എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് പി റിലീസ് ചെയ്യണമെങ്കിൽ ഈ എന്ത് ചെയ്യണം? ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആർ എന്ന് പറഞ്ഞത് റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ വോളണ്ടറിലി ആയിട്ട്, അതായത് പി തന്നെത്താനെ എന്ത് ചെയ്യണം? ഈ ആർ റിലീസ് ചെയ്യിപ്പിക്കണം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? പ്രോസസ്സ്, അതായത് പ്രോസസ്സിനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ഇത് റിലീസ് ചെയ്യിക്കാൻ പാടില്ല. ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ആ പ്രോസസ്സ് വോളണ്ടറിലി ആയിട്ട് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് റിലീസ് ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ അതിനെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് റിലീസ് ചെയ്യാൻ പാടില്ല. അതിനെയാണ് നോ പ്രിയംഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോസസ് 1 ഉണ്ട്, റിസോഴ്സ് 1 അലോക്കേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പ്രോസസ് 2ന് റിസോഴ്സ് 2 ഉണ്ട്. അപ്പോൾ പ്രോസസ് 2ന് ഈ R1 വേണം. ഈ R1 വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്രോസസ് 1 കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം. അല്ലാതെ ഇത് ഈ പ്രോസസ് 2ന് ഇത് ആവശ്യമാണെന്ന് ഓർത്ത് ഈ പ്രോസസ് 1നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇത് എടുക്കാൻ പാടില്ല. ഫോഴ്സ് ചെയ്ത് ചെയ്യാൻ പാടില്ല. പ്രോസസ് 1 വോളണ്ടറി ആയിട്ട് അതിന് എപ്പോഴാണോ അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുമ്പം ഇതിനെ വിഡ്രോ ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ പ്രോസസ് 2ന് അത് എടുക്കാം. അല്ലാതെ വേറൊരാൾക്ക് വേണമെന്ന് വിചാരിച്ച്, ഇപ്പം എനിക്ക് ഒരു സാധനം വേണമെന്ന് വിചാരിച്ച് മറ്റേയാളെ കൊണ്ട് അത് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച് എനിക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പാടില്ല. മറ്റേയാൾ എപ്പോഴാണോ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ റിസോഴ്സ് എടുക്കാം. അതിനെയാണ് നോ പ്രിയംഷൻ. അതായത് റിസോഴ്സ് വോളണ്ടറിലി വിഡ്രോ ചെയ്യണം. ഓക്കെ, കനോട്ട് ബി പ്രിയംപ്റ്റഡ് ഫ്രം എ പ്രോസസ് ബൈ ഫോഴ്സ്. ഫോഴ്സിൽ ചെയ്യാൻ പാടില്ല, അത് വോളണ്ടറി വിഡ്രോ ചെയ്യണം. അടുത്തത് സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്. അതായത് പ്രോസസ് 1ഉം പ്രോസസ് 2ഉം ഉണ്ട്. ഒരാൾ റിസോഴ്സ് 1 റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേയാൾ പ്രോസസ് 2 അതായത് മറ്റേയാൾ റിസോഴ്സ് 2വിനെയാണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്. റിസോഴ്സ് 2 ആരാ അലോക്കേറ്റ് ചെയ്തേക്കുന്നത്? പ്രോസസ് 1 ആണ്. പ്രോസസ് 2 ഏതാ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന? റിസോഴ്സ് 1 ആണ്. നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ ഫിഗർ തന്നെ, ആ ഫിഗറിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? A process waiting for a resource held by second process which is waiting for the resource held by the third process and so on till the last process waiting for a resource held by the first process. കുറേ പ്രോസസ് ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട പ്രോസസ് വേറൊരാൾ ഹോൾഡ് ചെയ്തു, അയാൾക്ക് വേണ്ട പ്രോസസ് വേറൊരാൾ ഹോൾഡ് ചെയ്തു, അയാൾക്ക് വേണ്ട പ്രോസസ് വേറൊരാൾ ഹോൾഡ് ചെയ്തു. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും അവസാനം ഹോൾഡ് ചെയ്തത് ഫസ്റ്റ് ഹോൾഡ് ചെയ്ത പ്രോസസ്സാണ്. അപ്പം അങ്ങനെ റിസോഴ്സുകൾ ഹോൾഡ് ചെയ്ത് വെക്കുമ്പം അവിടെ എന്താണ്? ഒരു സർക്കുലർ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് സർക്കുലർലി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റേയാളുടെ കിട്ടിയിട്ട് വേണം എനിക്ക് ചെയ്യാൻ, അയാൾക്ക് വേറൊരാളുടെ കിട്ടിയിട്ട് വേണം അയാൾക്ക് ചെയ്യാൻ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ സർക്കുലർലി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഒരാളുടെ കിട്ടിയിട്ട് വേണം മറ്റേയാൾക്ക് ചെയ്യാൻ. അങ്ങനെ വരുന്ന ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എഫക്ട്സ് ഓഫ് ഡെഡ് ലോക്ക്. എന്തൊക്കെയാണ് ഡെഡ് ലോക്കിന്റെ എഫക്റ്റ്? സിസ്റ്റം ഇൻഎഫിഷ്യൻസി. ഡെഡ് ലോക്ക് ലീഡ് ടു വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് ദാറ്റ് ഹെൽപ്പ് ബൈ പ്രോസസ് ദാറ്റ് കാനോട്ട് മേക്ക് പ്രോഗ്രസ്. അതായത് റിസോഴ്സ് ഇങ്ങനെ വേസ്റ്റേജ്, അതായത് നമുക്ക് ആവശ്യമുള്ള ആൾക്ക് കിട്ടുന്നുമില്ല, മറ്റേയാൾ ഇങ്ങനെ കുറേ നേരം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് വേസ്റ്റേജ് ആണ്, റിസോഴ്സ് വേസ്റ്റേജ് ആണ് ഉണ്ടാവുന്നത്. അടുത്തത് പ്രോസസ് സ്റ്റാർവേഷൻ. Some process may never get the resource they need if they are involved in a deadlock. അതായത് some process may never get the resource. അതായത് എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല, ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. ആ റിസോഴ്സ് വേറൊരാൾ ഹോൾഡ് ചെയ്ത് വെച്ച് അത് വിഡ്രോ ചെയ്തില്ലെങ്കിൽ
അതെന്ത് ചെയ്യും, അതിങ്ങനെ റിസോഴ്സിന് വേണ്ടി ഈ ഒരു പ്രോസസ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോസസ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സിസ്റ്റം അൺറെസ്പോൺസീവ്നെസ്. System unresponsiveness. The system may appear frozen or unresponsive because process cannot complete their task due to deadlock. ചിലപ്പം ആ സിസ്റ്റം എന്ത് ചെയ്യും, ഫ്രോസൺ ആയിട്ട് അല്ലെങ്കിൽ അൺറെസ്പോൺസീവ് ആയിട്ട് ആ സിസ്റ്റം ഇങ്ങനെ ഹാങ് ആയ പോലെ ഇരിക്കും. കാരണം എന്തുകൊണ്ടാണ്, ഇതിന് ഡെഡ് ലോക്ക് സിറ്റുവേഷനിൽ കിടക്കുക, ആർക്കും റിസോഴ്സ് കിട്ടുന്നില്ല. റിസോഴ്സ് കിട്ടിയാൽ മാത്രമേ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അൺറെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് എന്ത്, നമ്മളുടെ എഫക്ട്സ് ഓഫ് ഡെഡ് ലോക്ക്. ഏതൊക്കെയാണ്? സിസ്റ്റം ഇൻഎഫിഷ്യൻസി, പ്രോസസ് സ്റ്റാർവേഷൻ, സിസ്റ്റം അൺറെസ്പോൺസീവ്നെസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ എന്തെന്ന് പറഞ്ഞാൽ എഫക്ട്സ് ഓഫ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഡെഡ് ലോക്ക് എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ റിസോഴ്സ് ആരാണ്? മറ്റുള്ള പ്രോസസ്സുകൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. 4 കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാവും. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, സർക്കുലർ വെയിറ്റ്, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ. ഈ 4 കണ്ടീഷൻ കൊണ്ടാണ് നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ സിസ്റ്റം അൺറെസ്പോൺസീവ് ആയിട്ട് ബിഹേവിയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി അഫക്റ്റ് ചെയ്യാം, സ്റ്റാർവേഷൻ ഉണ്ടാവും, റിസോഴ്സ് സ്റ്റാർവേഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെ ഈ ഡെഡ് ലോക്ക് മൂലം ഉണ്ടാവാം. സോ ഈ ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് മെക്കാനിസം ഉണ്ട്, ഡെഡ് ലോക്കിനെ ഡിറ്റക്ട് ചെയ്യാൻ ഡിറ്റക്ഷൻ മെക്കാനിസം ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മെക്കാനിസംസ് ആപ്ലിക്കബിൾ ആണ്. സോ ഡെഡ് ലോക്കിന് നമുക്ക് പ്രിവെൻഷൻ, അവോയ്ഡൻസ് ആൻഡ് ഡിറ്റക്ഷൻ മെക്കാനിസംസ് അവൈലബിൾ ആണ്. സോ മാക്സിമം നമ്മൾ ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. So I am concluding this session. Thank you. Keep watching once.